ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈസ്റ്റർ ആണല്ലോ. ഈസ്റ്ററിൻ്റെ ഒരു സന്ദേശം പറയാനായിട്ട് വന്ന് ഇത് മിഖായേൽ മാലാഖയാണ്. ഞങ്ങൾ കുറച്ച് പള്ളികളിൽ കൂടെ ഒന്ന് പോവുകയാണ്. ഈസ്റ്റർ പ്രമാണിച്ച് ഇന്ന് ദുഃഖശനിയാഴ്ച കുറേ പള്ളികളിലൂടെ, കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ചില പള്ളികളിലൂടെ ഞങ്ങളൊന്ന് പോവുകയാണ്. ആ പള്ളികളുടെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇത് ആദ്യം തുടങ്ങുന്നത് മാന്ത്രപ്പള്ളിയിൽ നിന്നാണ്. മാന്ത്രപ്പള്ളിയാണിത്. മാന്ത്രപ്പള്ളി മിഖായേൽ മാലാഖയുടെ സ്റ്റാച്ചു ആണിത്. ഇതിവിടെ ഒരു മൈക്ക് വെച്ചിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവവചനമാണ് നിങ്ങൾ അശ്ലീലമായിട്ട് കേൾക്കുന്നത്. അപ്പം ഞങ്ങളുടെ എല്ലാവിധ ഈസ്റ്ററിൻ്റെ മംഗളങ്ങളും ഈ സമയം നമ്മൾ നേർന്നുകൊള്ളുന്നു. സ്വന്തം ജനത്താൽ ക്രൂശിക്കപ്പെട്ട് മരിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിനമാണ് ഈസ്റ്റർ. അപ്പോൾ സ്വന്തം ജനത്താൽ ഒത്തിരി ആൾക്കാർ ഇന്ന് ക്രൂശിക്കപ്പെട്ട് മരിക്കുന്നുണ്ട്, ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആത്മഹത്യ ഒന്നൊരു പരിഹാരമല്ല. സ്വന്തം ജനത്താൽ ക്രൂശിക്കപ്പെട്ടാലും ആ ക്രൂശിക്കപ്പെട്ടവന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്നുള്ള ഒരു സന്ദേശമാണ് യേശു ക്രിസ്തു തരുന്നത്. ആ പ്രത്യാശയാണ് ദൈവം നമുക്ക് തരുന്നത്. അങ്ങനെ പ്രത്യാശയായി നമുക്ക് വേണ്ടി കുരിശുമരണം വഹിച്ച യേശു ക്രിസ്തു ഉള്ളിടത്തോളം കാലം ഏത് സ്വന്തം ജനം നമ്മളെ പീഡിപ്പിച്ചാലും പീഡനം ഏൽക്കുന്ന ഒരാൾക്ക് ഉയർത്തെഴുന്നേൽപ്പ് ഉറപ്പായിട്ടും ഉണ്ട്. അത് നിങ്ങൾക്ക് വിശ്വസിക്കാം. അത് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത് കാണിച്ചു തന്ന കാര്യമാണ്. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് പീഡിപ്പിക്കപ്പെടുന്നവന് മാത്രമേ ഉള്ളൂ, പീഡിപ്പിക്കുന്നവന് ഉയർത്തെഴുന്നേൽപ്പില്ല, അവന് നാശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബന്ധുജനങ്ങളോ സ്വജനങ്ങളോ നാട്ടുകാരോ നിങ്ങളുടെ സഭയിലുള്ള ആൾക്കാരോ ആരെങ്കിലും നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പീഡനം നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള ഒരു അവസരമായിട്ട് കാണുക. എന്നിട്ട് നമുക്ക് പള്ളികളിലേക്ക് കിടക്കാം. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. ഞങ്ങൾ രണ്ടുപേരും ഹാപ്പി ഈസ്റ്ററും എല്ലാവർക്കും നേടുന്നു. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ ലോകത്തിൻ്റെ രക്ഷയുടെ ദിനമായ ഈസ്റ്ററിൻ്റെ എല്ലാ മംഗളങ്ങളും ഒരിക്കൽ കൂടി നടന്നതെന്ന് നമുക്ക് പള്ളികളിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ കാണിക്കുന്നത് മാന്ത്രപ്പള്ളിയാണ്. ഇതെടുത്തോ. അവന്റെ പ്രബോധനത്തിൽ വിസ്മയപ്പെടുകയായി. കാരണം അധികാരത്തോടുകൂടി വായിക്കുന്നു അവന്റെ വചനം. അവരുടെ സിനഗോഗിൽ അത്യുതാത്മാവ് ബാധിച്ചവനുണ്ടായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, നസ്രായനായിരിക്കുകയും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ സന്ദേശിച്ചതിന് ശേഷം അവനെ വിട്ടുപോയി. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്! അധികാരത്തോടും ശക്തിയോടും കൂടെ അധികാരങ്ങളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ. അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലൊന്നും വ്യാപിച്ചു. അവൻ സിനഗോഗിൽ എഴുന്നേറ്റ് സിനേന്റെ വീട്ടിലേക്ക് പോയി. ബാധിച്ചു കിടപ്പായിരുന്നു. തൂപ്പ് നേർച്ച പ്രാർത്ഥനയ്ക്കുണ്ട്. സ്നേഹമുള്ള വിശുദ്ധ അന്തോണീസെ, മക്കൾക്കടുത്ത സ്നേഹത്തോടെ ജീവിത പ്രശ്നങ്ങളുമായി ഇതാ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ അത്ഭുത മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങൾ ത്യാഗമുക്തോടുകൂടി ചെയ്ത ഈ തൂപ്പ് നേർച്ച സ്നേഹത്തോടെ സ്വീകരിക്കണമേ. ഉപയോഗശേഷം ചൂല് ഈ ബോക്സിനുള്ളിൽ ഇടാവുന്നതാണ്. അത് വാരിയിട്ടോ ഈ കൊട്ടയ്ക്കകത്ത്. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ തീർത്ഥാടന കേന്ദ്രമായ മാന്ത്രപ്പൊൻകുന്നം സെൻറ്റ് ആൻ്റണീസ് ദേവാലയത്തിൽ മരിയൻ ധ്യാനം 2025 മെയ് 25 ഞായർ 5 PM മുതൽ 29 വ്യാഴം 8 AM വരെ. താമസിച്ചുള്ളത് ആദ്യ ബുക്ക് ചെയ്യുന്ന 150 പേർക്ക് മാത്രം. നയിക്കുന്നത് റവറൻഡ് ഫാദർ എബ്രഹാം കടിയക്കുഴി, ഡയറക്ടർ സെൻറ്റ് ആൻ്റണീസ് തീർത്ഥാടന ദേവാലയം മാന്ത്രപ്പൊൻകുന്നം. ഫോൺ നമ്പർ ബുക്കിങ്ങിന്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയും കിടപ്പ് രോഗികളെയും ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതല്ല.
ഈ മാന്തര ചർച്ചിനെ കുറിച്ച് പറയുമ്പോൾ വളരെ അത്ഭുതകരമായ ഒരു സംഭവമുണ്ട്. ഈ പള്ളിക്കകത്ത് രണ്ട് അത്ഭുത ഉറവകളുണ്ട്. ഈ രണ്ട് അത്ഭുത ഉറവകൾ അൾത്താരയിൽ നിന്നാണ് വരുന്നത്. അൾത്താരയിൽ നിന്ന് വരുന്ന ഈ ഉറവുകൾ ഇതുകൊണ്ട് ഒരു ഗ്ലാസ് ഇട്ടിട്ട് രണ്ട് സൈഡിലൂടെ ഇതിങ്ങനെ ഒഴുകി പോവുകയാണ്. ഇടതുവശത്തും വലതുവശത്തുണ്ട് രണ്ട് നീരുറവുകളാണ്. എപ്പോഴും ആ വെള്ളം ഇങ്ങനെ വന്ന് പുറത്തേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വളരെ ശാന്തമായ കാം ആൻഡ് ക്വയറ്റായ നല്ലൊരു പള്ളിയാണ്. ദൈവവും നമ്മളും തമ്മിൽ ഒന്നിച്ച് ഒറ്റയ്ക്കിരുന്ന് ആരുടെയും ശല്യമില്ലാതെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഒരു നല്ല തീർത്ഥാടന കേന്ദ്രമാണ് ഈ പള്ളി. ഈ പള്ളിയിൽ വന്നു കഴിയുമ്പോൾ തന്നെ ഒരു സ്പിരിച്വൽ ഒരു എന്താ പറയുന്നത്, ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു പ്രത്യേക ഫീലിംഗ് ഈ പള്ളിക്കകത്ത് നമുക്ക് കിട്ടും. വളരെ ശാന്തവും കാമാൻ കോയറ്റുമായ പള്ളിയാണ്. ഈ പള്ളിയിൽ വരാൻ പൊൻകുന്നത്ത് നിന്ന് വരാൻ പറ്റും. പൊൻകുന്നം വന്നിട്ട് ഒരു റോഡുണ്ട്. പിന്നെ തമ്പലക്കാട് വഴി വന്ന് പുറത്തേക്ക് അതിലേ വരാം. പിന്നെ കാഞ്ഞിരപ്പള്ളി വന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും വരാം. ഏറ്റവും അടുത്തുള്ളത് തമ്പലക്കാട് റോഡുമായിട്ടാണ്. അത് കഴിഞ്ഞ് പൊൻകുന്നം, പിന്നെ കാഞ്ഞിരപ്പള്ളി. ഈ ചർച്ച് വളരെ ഒരു കൂളിംഗ് ആണ് ഇതിനകത്ത്. ഭയങ്കര ചൂടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ അൾത്താരയിൽ നിന്ന് വരുന്ന വെള്ളം അത് നമുക്ക് നടുക്കൂടെ ഒഴുകുന്നതുകൊണ്ടാണോ എന്നറിയില്ല, വളരെ കൂളാണ്. ഈ പള്ളിക്കകത്ത് വളരെ തണുപ്പാണ് ഏത് നല്ല ചൂടുള്ള കാലാവസ്ഥയിലും. പിന്നെ ആ ഏരിയ കംപ്ലീറ്റ് ഒരു സാധാരണ നാട്ടിൻപുറമാണ്. അതുകൊണ്ട് അധികം വാഹനങ്ങളുടെ ശല്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ പള്ളിയിലിരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകതരം ഫീൽ, അതായത് വളരെ ശാന്തസുന്ദരമായ, ഒട്ടും ശബ്ദമില്ലാത്ത, സൈലൻസ് ആയിട്ട് വളരെ ശാന്തമായിട്ടിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു പള്ളിയാണ് മാന്തറ സെൻറ്റ് ആന്നീസ് ചർച്ച്. അന്തോണിസ് പുണ്യാളൻ്റെ പ്രത്യേക അനുഗ്രഹമുള്ള ഒരു പള്ളിയാണിത്. പല അത്ഭുതങ്ങളും നടക്കുന്ന ഒരു പള്ളിയാണ് അത്. പിന്നെ മിക്കവാറും ധ്യാനങ്ങളുണ്ട്. ഇതൊരു ധ്യാന സെൻറ്റർ കൂടിയാണ്. അപ്പോൾ ധ്യാനങ്ങൾ ഉള്ള സമയത്ത് 150 പേർക്കൊക്കെ ഇവിടെ താമസിച്ച് ധ്യാനിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട്. ഒത്തിരി ആൾക്കാർ പുറത്തുനിന്ന് ഇവിടെ വരുന്നുണ്ട്. പുറത്തുനിന്ന് പറഞ്ഞാൽ വിദേശത്തുള്ളവർ വരാറുണ്ട്. പിന്നെ ഈ കാഞ്ഞിരപ്പള്ളി രൂപതയല്ലാതെ മറ്റ് രൂപതകളിൽ നിന്നും എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട് നിന്നുമൊക്കെ ആൾക്കാർ ഇവിടെ ധ്യാനിക്കാൻ വരാറുണ്ട്. വളരെ ദൈവാനുഗ്രഹം കിട്ടുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ പള്ളിയിൽ നമുക്കടുത്തുള്ള വളരെ ഒരു നല്ല പള്ളി ആയതുകൊണ്ടാണ് ഈ പള്ളി നമ്മൾ ആദ്യമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഏവർക്കും വലിയ അനുഗ്രഹങ്ങളുണ്ടാകും. പിന്നെ ഈ വെള്ളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് പിന്നീട് ഞാൻ ഒന്നുകൂടെ വിശദമായിട്ട് പറയാം. വിശുദ്ധ ജലമാണിത്. ഇത് ഈ മാന്തറപ്പള്ളിയുടെ അൾത്താരയിൽ നിന്ന് രണ്ട് കൈവരികളായിട്ട് രണ്ട് ജലം ഇപ്പം നിങ്ങൾ കണ്ടു കാണും. ആൽത്താരയിൽ നിന്ന് രണ്ട് ജലം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. നമുക്ക് നടുക്കൂടി ഒഴുകി പുറത്തേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് എടുത്ത വെള്ളമാണിത്. ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത,
ഈ വെള്ളം അത്ഭുത ജലമാണ്. 121 TDS ഉള്ള വെള്ളമാണ്. നമുക്ക് ആരെങ്കിലും കൈവശം തരുമോ, വയറിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടാകുമോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വെള്ളം ഇവിടെ വന്ന് കുടിച്ചാൽ അത്ഭുത രോഗസൗഖ്യം കിട്ടുന്നതാണ്. ഇതിനെക്കുറിച്ച് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വിശ്വ അന്തോണീസിൻ്റെ തീർത്ഥാടന ദേവാലയം ആന്ധ്ര അത്ഭുത നീരുറവയാണിത്. എസെക്കിയേൽ 47:1-12 പറയുന്നു, ബലിപീഠത്തിന് തെക്കുവശത്ത് അടിയിൽ നിന്ന് 2 തോടുകളായി ദേവാലയത്തിലൂടെ ഒഴുകിയെത്തുന്നു. ജലം കിഴക്കോട്ട് ഒഴുകുന്നു. 1000 മുഴം എന്നത് വെള്ളത്തിൻ്റെ സമൃദ്ധിയാണ് സൂചിപ്പിക്കുന്നത്. ലാബോറട്ടറി പരിശോധനയിൽ വെള്ളത്തിന് പല പ്രത്യേകതകൾ. ലൂർദിലെ വെള്ളം പോലെ രോഗശാന്തി നൽകാനുള്ള കഴിവ് ഇതിനുണ്ട്. ലൂർദിലെ വെള്ളത്തിന് TDS 131 ആണെങ്കിൽ ഈ ജലത്തിൻ്റെ TDS 121. അനേകം ദൈവമക്കൾ രോഗസൗഖ്യം നേടിയവർ ഞങ്ങളുടെ സാക്ഷ്യം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. രോഗികളുടെ അനേകം കുഞ്ഞുങ്ങൾ സൗഖ്യം നേടിയിരിക്കുന്നു. രോഗികളായ അനേകം കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവയിലൂടെയും ആരാധനയുടെ ശക്തമായ വിടുതൽ ലഭിക്കുന്നു. എന്തെങ്കിലും കെട്ടുപാടുകളിലും പ്രശ്നങ്ങളും ഒക്കെയാണ് നിങ്ങൾ കഴിയുന്നതെങ്കിൽ നിങ്ങളുടെ വിടുതലുണ്ടാവും. ആത്മഹത്യയൊന്നും ഒരു പരിഹാരമല്ല. ഒത്തിരി ആൾക്കാർ ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നു. അത് മാറ്റിവെക്കുക. ഇതുപോലുള്ള തീർത്ഥാടന ദേവാലയങ്ങളും ദൈവവുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ധൈര്യമുണ്ടാവും, ജീവിക്കാനുള്ള എല്ലാ കഴിവുകളും ഉണ്ടാവും. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിലൂടെയും ആരാധനയുടെയും ശക്തമായ വിടുതൽ ലഭിക്കുന്നു. തോട്ടിലെ ജലമെടുത്ത് വൈദികൻ പ്രത്യേകം ആശീർവദിച്ചാൽ അത് ഹനാൽ ജലമാകും. ഓശാന ഞായറാഴ്ച വൈദികൻ കുരിശോല ആശീർവദിച്ചാൽ അത് വിശുദ്ധ ഓലയായിത്തീരും. വിശുദ്ധ ദിനം കരി ആശീർവദിച്ചാൽ അത് വിശുദ്ധമാകും. എങ്കിൽ അനുദികം ബലിയർപ്പിക്കപ്പെടുന്ന അൾത്താരയ്ക്ക് സമീപത്തോടു നിന്ന് ഒഴുകുന്ന ഈ ജലം വൈദികൻ ആശീർവദിച്ച് നൽകിയാൽ അതിലൂടെ ദൈവം പ്രവർത്തിക്കുകയില്ല എന്ന് പറയുവാൻ ആർക്കാണ് ധൈര്യമുള്ളത്? അത്ര മനോഹരമായ ഒരു നിങ്ങൾ നിന്ദിക്കരുത്, നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. ദൈവം ജനത്തിന് വേണ്ടി സ്ഥലത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു. 2 മക്കബായർ 5:19. ഓക്കെ, വെള്ളം കുടിക്കുന്നുണ്ടോ? കുടിച്ചു. പിന്നെ ഇവിടെ ഒരു ഗ്രോട്ടോ പോലെ ഒരു 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 ഉണ്ണീശോയുടെ പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫുൾ ടൈം ഒരു പുൽക്കൂടാണ്, നല്ല ഭംഗിയുണ്ട്. അതുപോലെ മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ ഉണ്ട്. വളരെ മനോഹരമായിരിക്കുന്നു ഈ മാതാവിൻ്റെ ഗ്രോട്ടോ കാണാൻ. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയായിട്ട്. എൻ്റെ പ്രാർത്ഥനയാണ് ജപമാല. ഈ പ്രാർത്ഥന നിങ്ങളിൽ നിന്ന് യാചിക്കുവാനാണ് ഞാൻ സ്വർഗത്തിൽ നിന്നും വന്നിരിക്കുന്നത്. മക്കളെ, എൻ്റെ സുനിശ്ചിതമായ വിജയത്തിൻ്റെ അടയാളമാണ് ഈ ജപമാല പ്രാർത്ഥന. ജപമാല പ്രാർത്ഥനയുടെ പ്രാധാന്യം മാതാവ് തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. എത്രമാത്രം നാശവും അപകടവും തിന്മയും യുദ്ധഭീഷണിയും ഉണ്ടായിട്ടും ഒരു മനുഷ്യവർഗം അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ലോകത്തിൽ ദൈവിക സമാധാനം ഉണ്ടാകുവാൻ നിരന്തരം ജപമാല ചൊല്ലിയതും പരിശുദ്ധ കുർബാനയുടെ ശക്തി സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. ഇത് നമ്മുടെ അൽഫോൻസാമ്മയാണ്, ഭരണജ്ഞാനത്തുള്ള അൽഫോൻസാമ്മ. 1910 തൊട്ട് 1946 വരെയാണ് ജീവിച്ചിരുന്നത്. വളരെ സഹനത്തിലൂടെ ഈശോയുടെ എല്ലാ സഹനങ്ങളും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധയായി മാറിയ അൽഫോൻസാമ്മയാണ്. നമ്മുടെ അടുത്തുള്ള ഭരണജ്ഞാനം പള്ളിയിലാണ് അൽഫോൻസാമ്മയുടെ ഖബറിടം. പറ്റുമെങ്കിൽ ഇന്ന് ഞങ്ങൾ അവിടെയും പോകുന്നുണ്ട്. പിന്നെ വിശുദ്ധ പാത്രേ പിയോ, ഇത് അടുത്തത് വിശുദ്ധ പാത്രേ പിയോ ആണ്. ഇദ്ദേഹം ആദ്യത്തെ പഞ്ചക്ഷതധാരിയായ വൈദികനാണ്. അതായത് ഈശോയുടെ 5 മുറിവുകളില്ല, 5 തിരുവിലാവിലെ മുറിവുകൾ പോലെ 5 മുറിവുകളുള്ള വൈദികനാണ്. ജനനം 1887 മെയ് 25, മരണം 1968 സെപ്റ്റംബർ 23. 81 വയസ്സായിരുന്നു അദ്ദേഹത്തിന് മരിക്കുമ്പോൾ. വിശുദ്ധനായി പ്രഖ്യാപിച്ചത് 2002 ജൂൺ 16, തിരുനാൾ സെപ്റ്റംബർ 23 വിശുദ്ധ പാത്രേ പിയോയുടെ തിരുനാൾ. അദ്ദേഹം ഒരു വിശുദ്ധനായ നല്ല ദൈവത്തിൻ്റെ കൃപയുള്ള ഒരു വൈദികനായിരുന്നു. പിന്നെ ഇത് നമുക്കറിയാം, നമുക്ക് കരുണ വേണം. ദൈവത്തിൻ്റെ കരുണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ശത്രുക്കളുള്ളപ്പോൾ, ശത്രുക്കൾ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി പല ക്ഷുദ്രപ്രയോഗങ്ങൾ ചെയ്യുമ്പോൾ, നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി പല ഗൂഢാലോചനകൾ നടത്തുമ്പോൾ നമ്മളെ രക്ഷിക്കുന്നത് കരുണയുടെ ഈശോയാണ്. ഇത് കരുണയുടെ ഈശോയാണ്. സ്വന്തം ജനങ്ങളാലാണ് ഇന്നെല്ലാവരും പീഡിപ്പിക്കപ്പെടുന്നത്. സ്വന്തം മാതാപിതാക്കളാലും സ്വന്തം സഹോദരങ്ങളാലും ഭാര്യയാലും മക്കളാലും എല്ലാം പീഡിപ്പിക്കപ്പെടുന്ന ഒരു വലിയ കാലമാണിത്. സത്യം എന്താണെന്ന് ആരും തിരിച്ചറിയാത്ത ഒരു കാലം.
സത്യത്തിനെ വളച്ചൊടിക്കുകയും അസത്യം വളരുകയും ചെയ്യുന്ന ഒരു എല്ലാ ഭീഷണികളുമുള്ള ഒരു വളരെ മോശമായ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ആ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈശോയുടെ കരുണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈശോയെ നമ്മളോട് കരുണയുണ്ടായിരിക്കണമേ. പിന്നെ 2 കുട്ടി വിശുദ്ധരാണിത്. വിശുദ്ധ ഫ്രാൻസിസ് 1908 തൊട്ട് 1919 വരെയാണ് ജീവിച്ചിരിക്കുന്നത്. ഇത് വേറൊരു 11 വയസ്സാണ്. പിന്നെ വിശുദ്ധ ജസീന്ത 1910 തൊട്ട് 1920 വരെയാണ് ജീവിച്ചിരിക്കുന്നത്. 10 വയസ്സാണ്. പോർച്ചുഗലിലെ ഫാത്തിമായിൽ മാതാവിനെ ദർശിച്ച കുഞ്ഞു വിശുദ്ധരാണിവർ. മാതാവിനെ നേരിട്ട് കാണാൻ ദൈവം ഭാഗ്യം കൊടുത്ത വിശുദ്ധരായ കുഞ്ഞ് വിശുദ്ധരാണിവർ. 2017 മെയ് 13 ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവരെ 2 പേരെയും വിശുദ്ധരായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശുദ്ധരാണ്, നമ്മുടെ സഭയുടെ വിശുദ്ധരാണ് ഇവർ 2 പേരും. വിശുദ്ധ ഫ്രാൻസിസും വിശുദ്ധ ജസീന്തയും, ഇതാണ് 2 വിശുദ്ധർ. അവരെയും ഇവിടെ ഈ മാന്ത്രപ്പള്ളിയിൽ വിരോട്ട പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് എനിക്ക് തോന്നി. എത്ര നാൾ നമ്മൾ ക്രിസ്ത്യൻസ് ആണെങ്കിലും കത്തോലിക്കരാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ട ക്രിസ്ത്യൻസ് ആണെങ്കിലും ഇനി അന്യമതസ്ഥരാണെങ്കിൽ പോലും ഈ കൊച്ചു വിശുദ്ധർ അവർക്ക് വളരെ ഗുണം ചെയ്യുന്നവരാണ്. അവരോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഒത്തിരി അനുഗ്രഹം കിട്ടുമെന്ന് എനിക്കറിയാം. കാരണം അവർ മാതാവിനെ നേരിട്ട് കാണാനുള്ള യോഗം കിട്ടിയ ആളാണ്. ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ പള്ളിയിൽ എപ്പോഴും ദൈവവചനം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനം ഫുൾ ടൈം കേൾക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റും. അതുതന്നെ വലിയൊരു അത്ഭുതമാണ്, വലിയൊരു അനുഗ്രഹമാണ്. ഈ പള്ളി വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു വലിയ അനുഭവം. ഏത് നേരവും ഈ ദൈവവചനം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് എപ്പോഴും അതുപോലെ നമുക്ക് ദൈവവചനം ഇങ്ങനെ ഇവിടെ കാര്യങ്ങളുണ്ട്. എസെക്കിയേൽ 47:12 പ്രകാരം അൽത്താരയിൽ നിന്നും നീരുറവ, ബലിപീഠത്തിൽ നിന്നും ഉറവ ആരംഭിക്കുന്നു. പള്ളിക്കുള്ളിലൂടെ 2 തോടുകളായി ഒരു നല്ല വീതിയുണ്ട്, തോടിലായി ഒഴുകിപ്പോകുന്നത്. എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് 4 ജപമാല കുർബാന, നൊവേന, രാത്രി 9 മണി വരെ ദിവ്യകാരുണ്യ ആരാധന തുടങ്ങിയതെല്ലാം ഇവിടെയുണ്ട്. തൂപ്പ് നേർച്ചയും ഇവിടെയുണ്ട്. അത് എല്ലാം ഇവിടെ ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡിസ്പ്ലേ. ആ ഡിസ്പ്ലേയിൽ അതെല്ലാം എഴുതി വരുന്നുണ്ട്, നമുക്കത് കാണാം. അപ്പം ഇത് കേരളത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ, കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള, ഇവിടെ അടുത്തുള്ള ഈ രൂപതയിലുള്ള ആൾക്കാരൊന്നുമല്ല, വിവിധ മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ ഈ പള്ളി വരുന്നുണ്ട്, പള്ളി വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തു നിന്നും അവിടുന്ന് ഇവിടുന്നും എല്ലാം വരുന്നുണ്ട്. വളരെ ഒരു വലിയ നല്ല തീർത്ഥാടന പള്ളിയാണിത്. വിശുദ്ധ അന്തോണീസിൻ്റെ പള്ളിയാണ്. അന്തോണീസ് പുണ്യാളൻ്റെ പള്ളി വളരെ മനോഹരമായിട്ട് നിർമ്മിച്ച ഒരു പള്ളിയാണ്. ഇതൊരു ഇടവക പള്ളിയല്ല, ഇതൊരു തീർത്ഥാടന ദേവാലയമാണ്. ആർക്കും എപ്പോൾ വേണേലും വരാം. പള്ളി തുറന്നിട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കാം, അച്ഛനെ കാണാം, ദാനത്തിന് വരുന്നവർക്കൊക്കെ വരാം. അപ്പോൾ നമുക്കിനി അടുത്ത ധ്യാനകേന്ദ്രമാണ്. മിക്കവാറും ഉണ്ട്. ഇവിടെ അതിൻ്റെ പുറകിലൊരു തോടുണ്ട്. ഇവിടെ സമൃദ്ധിയായിട്ട് ജലം ഒഴുകുന്നുണ്ട്. തോട് കണ്ടോ? ഈ തോട്ടിലോട്ട് വേസ്റ്റൊക്കെ ഇടുന്ന പരിപാടി നമ്മൾ നിർത്തേണ്ട സമയം കഴിഞ്ഞു. ഇത് കണ്ട് ഒത്തിരി കുപ്പികളും അതും ഇതൊക്കെ കിടപ്പുണ്ട്. ശരിക്കും നമുക്ക് ഈ കുപ്പികൾ ശരിക്കും റീസൈക്കിൾ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ തോട്ടിലൊക്കെ വലിച്ചെറിയാതെ നമ്മുടെ കൈ വെച്ചിട്ട് നമ്മളത് വീട്ടിൽ കൊണ്ടുവരികയാണെങ്കിൽ ശരിക്കും ഈ കുപ്പികൾ ഈ ഹരിതകർമ്മസേന കളക്ട് ചെയ്തുകൊണ്ട് പോകും. എന്താണേലും നമ്മൾ അവർക്ക് പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ വലിച്ചെറിയാതെ വണ്ടിയിലൊക്കെ പോകുന്നവരാണേലും അവരുടെ വണ്ടിക്കകത്ത് വെച്ചിട്ട് ഇത് കൊണ്ടുവന്നിട്ട് ഹരിതകർമ്മസേനയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട് നല്ല വൃത്തിയാവും. നമ്മുടെ നാട് നല്ല വൃത്തിയായിട്ടിരുന്നാലേ നമുക്കും വൃത്തി ഉണ്ടാവുള്ളൂ. അല്ല നമ്മുടെ വീട് മാത്രം രോഗങ്ങളുണ്ടാകില്ല. നമ്മുടെ വീട് മാത്രം വൃത്തിയായിട്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ പൊതുസ്ഥലങ്ങളും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. വൃത്തിയായിട്ട് നമ്മൾ കൾച്ചർ അങ്ങനെ ആയിരിക്കാം, അങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ട് ഉണ്ടായ ഒരു സംഭവമാണ്. മറ്റ് രാജ്യങ്ങളിലെല്ലാം കുഞ്ഞിലേ ആയിരിക്കുമ്പോൾ തന്നെ കുട്ടികളെ ഇതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് പഠിപ്പിക്കുന്നുണ്ട്. നമ്മളത് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് പറ്റിയത്. അതുകൊണ്ട് ഇനി നമുക്കത് പഠിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് കണ്ടോ, ഈ തോട്ടിൽ പോലും, ഈ ദൈവാലയത്തിൻ്റെ ഫ്രണ്ടിലുള്ള തോട്ടിൽ പോലും എന്തുമാത്രം വേസ്റ്റാണ് കൊണ്ടുവന്ന് ആൾക്കാർ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നല്ലോ, നമ്മുടെ തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. MG ശ്രീകുമാറിന് 25,000 രൂപ ഫൈൻ അടച്ചതൊക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന് ഓക്കെ, കുഴപ്പമില്ല.
പക്ഷേ നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം, അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ ഒരു മാങ്ങ അല്ലെന്ന് ഓർത്ത് കളഞ്ഞതാണ്. പക്ഷേ ഈ കുപ്പികൾ നമ്മൾ ഇടുന്നത് മനഃപൂർവ്വമാണ്. കുപ്പികൾ മറ്റു ഒത്തിരി വേസ്റ്റുകൾ, ഫുഡിൻ്റെ അതും ഇതും എല്ലാം കിടപ്പുണ്ട്. അതിനി ഒന്ന് മാറ്റാൻ എല്ലാവരും ശ്രമിക്കുക. ഞാനും ശ്രമിച്ചുകൊണ്ടായിരിക്കുന്നത്. പണ്ടൊക്കെ ഞാനും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാനത് ചെയ്യാറില്ല. ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പള്ളിയിലേക്ക് പോകാം. ഇത് നമ്മുടെ രണ്ടാമത്തെ പള്ളിയാണ്. ഇത് ചെങ്കല്ലേലാണ്. ഇത് സേക്രഡ് ഹാർട്ട് ചർച്ച് ചെങ്കൽ. ഇനി ഇതും നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാം. ഇത് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ പെടുന്ന ഒരു പള്ളിയാണ്. ഇത് വാഴൂരാണ്. വാഴൂർ ചെങ്കൽ പ്രദേശത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഒരു നൂറ്റാണ്ട് മുമ്പ് പൊൻകുന്ന്, ഇളംകുളം, മുത്തോലി, പാല, കാഞ്ഞിരപ്പള്ളി, പൂവരണി, ചേർപ്പുകൽ പ്രദേശങ്ങളിൽ നിന്നും വന്ന് താമസിക്കുന്നവരാണ്. വാഴൂർ സമീപ പ്രദേശത്തിലുള്ള ആൾക്കാർ കുടിയേറി പാർത്ത സ്ഥലമാണ് ചെങ്കൽ ഇടവകയിൽപ്പെട്ട ആൾക്കാർ. ഒരു ദേവാലയം ഇവിടെ വേണമെന്ന ആഗ്രഹം ദേശവാസികളിൽ ഉണ്ടായപ്പോൾ അവർ ഒരു സ്ഥലം കണ്ടെത്തി. തുടർന്ന് വയലിങ്കൽ ശ്രീ മത്തായി തോമായുടെയും മുണ്ടക്കൽ ശ്രീ എബ്രാഹിം യൂസഫിൻ്റെയും നേതൃത്വത്തിൽ മാർ ജെയിംസ് കാളശ്ശേരിയുടെ പക്കൽ അപേക്ഷ സമർപ്പിച്ചു. പള്ളി പണിയുന്നതിന് 1928 ഡിസംബർ 11 അനുമതി ലഭിച്ചു. ഇപ്പോൾ ഇവിടെ പുതിയ ഒരു പള്ളി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ കുർബാന നടക്കുന്നത് പാരിഷ് ഹാളിലാണ് അൾത്താരയും എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ പാരിഷ് ഹാളിലെ പള്ളിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു പള്ളി പോലെ തന്നെ ഈ പാരിഷ് ഹാളിലെ പള്ളി ക്രമീകരിച്ചിട്ടുണ്ട്. കോയിത്തറ ബഹുമാനപ്പെട്ട ഔസേപ്പച്ചൻ്റെ അധ്യക്ഷതയിൽ 1928 ഡിസംബർ 26 ചീങ്കല്ല് പുരയിടത്തിൽ കെട്ടിടമൊരുക്കി പന്തലിൽ ആദ്യ പൊതുയോഗം കൂടി. ദേവാലയ സ്ഥാപനത്തിനായി മുണ്ടക്കൽ ശ്രീ എബ്രാഹിം യൂസഫും വയലിങ്കൽ ശ്രീ മത്തായി തോമായും 2 ഏക്കർ 89 സെൻറ്റ് ചീങ്കല്ല് പുരയിടം വിട്ടുകൊടുത്തു. മെത്രാൻ തിരുമനസിൻ്റെ കൽപ്പന പ്രകാരം പനച്ചീക്കൽ ബഹുമാനപ്പെട്ട തോമാച്ചൻ്റെ അധ്യക്ഷതയിൽ 1929 ഏപ്രിൽ 20 വീണ്ടും പൊതുയോഗം കൂടി. പള്ളിമുറി എന്നിവയുടെ സ്ഥലം നിശ്ചയിച്ചു. 1929 മെയ് 14 ഇവിടെ ആദ്യ ദിവ്യബലി അർപ്പണം നടന്നു. മുരിക്കൽ ബഹുമാനപ്പെട്ട പീലിപ്പോസ് അച്ഛൻ്റെ അധ്യക്ഷതയിൽ 1929 ജൂൺ 25 മൂന്നാമതൊരു പള്ളിയോഗം നടന്നു. മേൽപ്പറഞ്ഞ 3 വൈദികന്മാരും ഇടവക സ്ഥാപനം സംബന്ധിച്ച് പ്രത്യേക കൽപ്പന പ്രകാരം ഇവിടെ വന്നവരാണ്. പള്ളിമുറി പൂർത്തിയായതോടെ 1930 മെയ്യിൽ ഓലിക്കൽ ബഹുമാനപ്പെട്ട ഗീർവർഗീസ് അച്ഛൻ പ്രഥമ വികാരിയായി നിയമിതനാവുകയും ഇതൊരു ഇടവകയാവുകയും ചെയ്തു. മറ്റത്തിൽ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛൻ്റെ കാലത്ത് ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 1939 മുരിക്കൽ ബഹുമാനപ്പെട്ട കുരിയച്ചൻ്റെ കാലത്ത് പണി പൂർത്തിയാക്കി. അതുവരെ പള്ളിമുറിയിലും താൽക്കാലിക ഷെഡിലുമാണ് തിരുക്കർമ്മങ്ങൾ നടത്തിയിരുന്നത്. 1930 മെയ് 17 സെമിത്തേരി വെഞ്ചരിച്ചെങ്കിലും കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ടായിരുന്നതിനാൽ കല്ലറ നിർമ്മാണം ആരംഭിച്ച് 1941 പൂർത്തിയാക്കി. കുരിക്കാട്ട് ബഹുമാനപ്പെട്ട യൂസഫച്ചൻ്റെ കാലത്ത് 1951 കുരിശും തൊട്ടിയിലുള്ള കപ്പേളയും 1976 കളപ്പുരയ്ക്കൽ ബഹുമാനപ്പെട്ട കുരിയച്ചൻ്റെ നേതൃത്വത്തിൽ പാരിഷ് ഹാൾ നിർമ്മിച്ചു. ഇടവകയിൽ നിന്നുള്ള പ്രഥമ വൈദികനാണ് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ദ്വിതീയ അധ്യക്ഷനായ മാർ മാത്യു വട്ടക്കുഴി. പള്ളിപ്പണി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വരാം. ഇപ്പം തൽക്കാലം നമുക്ക് അടുത്ത പള്ളിയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ പള്ളിയിലെത്തി. ഹോളി ഫാമിലി ചർച്ച് പൊൻകുന്നമാണ് നമ്മുടെ മൂന്നാമത്തെ പള്ളി. ഈ പള്ളിയുടെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇതൊരു ഫൊറോന ചർച്ചാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭഘട്ടത്തിൽ ചിറക്കടവ്, വാഴൂർ, ഇളമ്പള്ളി, ഇളംകുളം, പനമറ്റം, തമ്പലക്കാട് മുതലായ കരകളിലെ സുറിയാനി ക്രിസ്ത്യാനികൾ തങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾ നിർവഹിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു. ആധ്യാത്മിക കാര്യങ്ങൾ സാധിക്കുന്നതിന് കൂടുതൽ സൗകര്യപ്രദമായ സ്ഥലത്ത് പള്ളി സ്ഥാപിക്കുവാൻ വീട്ടുവേലിക്കുന്നേൽ ശ്രീ കുഞ്ഞേപ്പ് തോമായുടെ ഭവനത്തിൽ
ഈ പ്രദേശങ്ങളിലെ പ്രമുഖ വ്യക്തികൾ എല്ലാവരും കൂടി ഒത്തുകൂടി. അവരുടെ ഒരു ആലോചനയിൽ ഇവിടെ ഒരു പള്ളി പണിതേക്കാമെന്ന് അവർ തീരുമാനിച്ചു. ഈ പൊൻകുന്നത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു സ്ഥലം അതിനായിട്ട് അവർ കണ്ടെത്തി. ഇതിനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ശ്രീ കുഞ്ഞേപ്പ തോമായെ ചുമതലപ്പെടുത്തി. ഇപ്പോഴത്തെ പള്ളി സ്ഥിതി ചെയ്യുന്നിടത്ത് വീട്ടുവേലിക്കുന്നേൽ ശ്രീ തൊമ്മിക്കുഞ്ഞൻ്റെ സ്ഥലത്ത് 1887 മെയ്യിൽ ചെറിയ വണക്കമാസപ്പുര കെട്ടി വണക്കമാസം ആരംഭിച്ചു. കോട്ടയം മിസത്തിൻ്റെ വികാരി അപ്പസ്തോലിക് ആയിരുന്നു ചാൾസ് ലെവീൻ മെത്രാൻ 1889 സ്ഥലം സന്ദർശിക്കുകയും വീട്ടുവേലിക്കുന്നേൽ വീടിൻ്റെ പടിപ്പുര മാളികയിൽ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തു. ഇത് പൊൻകുന്നം പള്ളിയുടെ നാമത്തിലുള്ള ആദ്യത്തെ ദിവ്യബലിയായിരുന്നു. വീട്ടുവേലിക്കുന്നേൽ ശ്രീ തൊമ്മിക്കുഞ്ഞ് വണക്കമാസപ്പുരയിലെ സ്ഥലം 1889 ഡിസംബർ 25 പള്ളിക്ക് ദാനം ചെയ്തു. ഇന്ന് കാണുന്ന പള്ളിയും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലവും ആണ്ടുമണം കുടുംബത്തിൽ നിന്നും മറ്റു പലരിൽ നിന്നുമായി വിലയ്ക്ക് വാങ്ങിയതാണ്. ചങ്ങനാശ്ശേരി മിസത്തിൻ്റെ വികാരി അപ്പസ്തോലികരായിരുന്ന മാർ മത്തായി മാക്കിൽ തിരുമേനിയുടെ കൽപ്പന പ്രകാരം 1890 ജനുവരിയിൽ കാഞ്ഞിരപ്പള്ളി വികാരി മണ്ണനാൽ ബഹുമാനപ്പെട്ട യൗസേപ്പച്ചൻ പള്ളിയുടെ താൽക്കാലിക കെട്ടിടത്തിൻ്റെ വെഞ്ചിരിപ്പ് നടത്തി ദിവ്യബലി അർപ്പിച്ചു. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ മൂലം തിരുനാൾ 1894 ഓഗസ്റ്റ് 29 പള്ളി അനുവദിച്ചുകൊണ്ടു കൽപ്പന നൽകി. പ്രാരംഭഘട്ടത്തിലുണ്ടായിരുന്ന ഷെഡ് പൊളിച്ചു മാറ്റി 1932 പുതിയ ദേവാലയത്തിൻ്റെ പണി നടത്തി. 1948 ചിറ്റൂർ ബഹുമാനപ്പെട്ട ലൂക്കച്ചൻ്റെ കാലത്ത് ഇന്നത്തെ ദേവാലയത്തിൻ്റെ മുഖവാരവും അൾത്താരയും പുതുക്കിപ്പണിതു. ആദ്യത്തെ പള്ളിമുറി 1890 മണ്ണനാൽ ബഹുമാനപ്പെട്ട ജേക്കബച്ചൻ പണിയിച്ചു. ഇപ്പോഴുള്ള പള്ളിമുറി 1974 പണിയിപ്പിച്ചു. മഹാജൂബിലി സ്മാരകമായി പുതുക്കിപ്പണിത സെമിത്തേരി ചാപ്പൽ 2001 ജനുവരി 6 മാർ മാത്യു വട്ടക്കുഴി വെഞ്ചരിച്ചു. പിന്നെ പൊൻകുന്നം പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ ഫാദർ മാത്യു പിണവറങ്കിലാണ് ഈ പുതിയ മനോഹരമായ പള്ളി പണിതത്. അദ്ദേഹം പ്രത്യേക ഒരു ദൈവാനുഗ്രഹമുള്ള ഒരച്ഛനായിരുന്നു. അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്. എൻ്റെ ഫാദറിൻ്റെ സഹപാഠിയായിരുന്നു അച്ഛന് ആനക്കല്ല് പള്ളി, ഒത്തിരി പള്ളികൾ, ഏതൊക്കെയോ പള്ളികൾ പണിതിട്ടുണ്ട്. ഏതിടവയിലിരുന്നാലും അവിടെ ഒരു നല്ലൊരു പള്ളി പണിയാനുള്ള വളരെ അധികം ദൈവാനുഗ്രഹമുള്ള ഒരു പുണ്യാത്മാവായിരുന്നു മാത്യു പിണവറലച്ഛൻ. അച്ഛൻ്റെ ഒരു ഒറ്റ കഴിവുകൊണ്ടാണ് ഈ വളരെ മനോഹരമായ പള്ളിയാണ് കേട്ടോ. പൊൻകുന്നം പള്ളിയെ എല്ലാവരും ഒന്ന് കാണേണ്ട പള്ളിയാണിത്. ഞങ്ങൾക്കിത് വീഡിയോ പിടിച്ച് ഫുള്ള് കാണിക്കാൻ പറ്റത്തില്ല. എന്നാലും ഇത്രയും നല്ല വിസ്തീർണവും ഇത്രയും നല്ല ഫെസിലിറ്റി, നല്ല ഭംഗിയായിട്ട് ഇതുപോലൊരു പള്ളി ഈ അടുത്ത ഏരിയയിലില്ല. ഇനി നമുക്ക് ഈ പൊൻകുന്നം പള്ളി കഴിഞ്ഞ് നമ്മളിനി പോകുന്നത് എളംകുളം പള്ളിയിലേക്കാണ്. എളംകുളം പള്ളി യെക്കുറിച്ച് പറയുമ്പോൾ അത് എൻ്റെ ഇടവക പള്ളിയാണ്. ഈ എളംകുളം പള്ളി ഈ വർഷങ്ങൾക്ക് മുമ്പ് ഒത്തിരി വർഷം പഴക്കമുള്ള പള്ളിയാണ്. പുതിയതായിട്ട് അങ്ങനെ പുതുക്കിയൊന്നും പണിയാത്ത ഈ അടുത്തുള്ള ഒരു പള്ളിയാണ് ഈ എളംകുളം പള്ളി. ഇനി നമ്മൾ എളംകുളം പള്ളിയിലേക്കാണ് പോകുന്നത്. പഴയ രീതിയിൽ പണി കഴിപ്പിച്ച കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിലുള്ള ഒരു പള്ളിയാണ് ഇളംകുളം സെൻറ്റ് മേരീസ് ചർച്ച്. ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് പൊൻകുന്നത്തിനും പാലായ്ക്കും ഇടയ്ക്കുള്ള ഹൈവേ സൈഡിൽ ഇളംകുളത്താണ്. ഇത് നാടിൻ്റെ ആധ്യാത്മിക ഉണർവിനും
പുരോഗതിക്കും വലിയ പങ്ക് വഹിക്കുന്നു. ഈ പള്ളി പരിസരം ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ദേവാലയത്തിൽ ദൈവിക ചൈതന്യം വളരെയധികം തുളുമ്പി നിൽക്കുന്നു. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് നല്ലൊരു അനുഭൂതിയാണ് ലഭിക്കുന്നത്. അതുകൂടാതെ എളംകുളം പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ 100 വർഷത്തിന് മേൽ പഴക്കമുള്ള പള്ളിയാണിത്. ഇത് ഇതുവരെ പൊളിച്ചു പണിയാത്ത പള്ളിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ചേർപ്പങ്കൽ നിന്നും ഞങ്ങളുടെ കടുവക്കുന്നൽ കുടുംബാംഗങ്ങൾ വന്ന് എളംകുളത്ത് താമസിച്ചപ്പോൾ ഇവിടെ വനമായിരുന്നു. അന്ന് ഈ പള്ളി ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ മുതുമുത്തച്ഛന്മാർ പണിത പള്ളിയാണെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എൻ്റെ വല്യമ്മ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മളൊത്തിരി കല്ലിയുമൊക്കെയും ഒത്തിരി ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്ത് ഞങ്ങൾ കടുവക്കുന്നൽ കുടുംബാംഗങ്ങൾ ഈ പള്ളി പണിക്ക് വേണ്ടി ഒത്തിരി അധികം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് വളരെ മനോഹരമായ സ്ഥലത്താണ് ഈ പള്ളി നിൽക്കുന്നത്. ഈ പള്ളിയുടെ പാരീഷുകളൊക്കെ വലിയ നല്ല പാരീഷുകളാണ്. നല്ല വണ്ടി പാർക്കിംഗ് ഏരിയ ഒക്കെ ഉള്ളതുകൊണ്ട് കല്യാണവും മറ്റ് ഈവൻറ്റുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഈ പള്ളി നല്ലതാണ്. പിന്നെ ഫുൾ കരിങ്കല്ല് കൊണ്ട് പണിത പള്ളിയാണ്. ഇത് പൊളിച്ചു പണിയേണ്ട ഒരു ആവശ്യം ഇല്ല. എന്നാലും ഒരു ഇച്ചിരി വലിപ്പക്കുറവുണ്ട്. ഇത് ഞങ്ങളുടെ കുടുംബ കല്ലറയാണ്. ഈ സെമിത്തേരിയിൽ ആണ് ഞങ്ങളുടെ കുടുംബ കല്ലറ ഉള്ളത്. അപ്പോൾ ഞങ്ങളുടെ പൂർവികന്മാരും എൻ്റെ അമ്മ ഉൾപ്പെടെ ഈ കല്ലറയിലാണ് വിശ്രമിക്കുന്നത്. അപ്പം ഞാനിവിടെ വരുമ്പോഴെപ്പോഴും അമ്മയുടെ കല്ലറയിൽ വരാറുണ്ട്, വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ പൂർവികരായ എല്ലാവരും തന്നെ ഈ കല്ലറയിലാണ് അടക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എളംകുളം പള്ളിയെക്കുറിച്ചുള്ള കാര്യങ്ങളായി. പിന്നെ കുറേ കാര്യങ്ങളും ചരിത്രങ്ങളൊക്കെ എളംകുളം പള്ളിയെക്കുറിച്ച് പറയാനുണ്ട്. ഒത്തിരി അച്ഛന്മാരൊക്കെ ഇരുന്നിട്ടുള്ള വളരെ നല്ലൊരു ഇടവകയാണ് എളംകുളം. ആദ്യകാലത്ത് ഒത്തിരി ഇടവകൾ, ഒത്തിരി കുടുംബാംഗങ്ങളുള്ളതുകൊണ്ട് വഞ്ചിമല പള്ളി പണിത് ഈ എളംകുളം പള്ളിയിലെ പകുതി ആൾക്കാരെ വഞ്ചിമല പള്ളിയിലേക്ക് മാറ്റിയാണ് എളംകുളം പള്ളിയുടെ ഇടവകയിലെ ആൾക്കാരുടെ കൂടുതലായ ബാഹല്യം കുറച്ചത്. അപ്പോൾ നമ്മൾ എളംകുളം പള്ളിയെ നമ്മൾ യാത്രയാകുകയാണ്. യാത്രയെ നമ്മൾ അടുത്ത പള്ളിയിലേക്ക് നമ്മൾ നീങ്ങുകയാണ്.
PP റോഡിലേക്ക് എഴുതി വച്ചിരിക്കുന്ന ദൈവവചനങ്ങളാണ്. എല്ലാം വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനൊന്ന് വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത പള്ളിയിലേക്ക് നമ്മൾ പോവുകയാണ്. ലിറ്റിൽ ഫ്ലവർ റോമൻ കാത്തലിക് ലാറ്റിൻ ചർച്ച് മടുക്കക്കുന്നാണ് ഈ കാണുന്നത്. ഇത് വിജയപുരം രൂപതയുടെ കീഴിലുള്ള ഒരു പള്ളിയാണ്. ഞങ്ങൾ പള്ളിയുടെ അകത്ത് പ്രവേശിച്ചപ്പോൾ ഉയർപ്പ് തിരുനാളിൻ്റെ സജ്ജീകരണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുണ്ട്. പള്ളിയും പള്ളിയുടെ പരിസരവും വളരെ ഭക്തി നിർഭരമായി ശാന്തസുന്ദരമായി നമുക്ക് നല്ല ദൈവിക അനുഭൂതി ഉണർത്തുന്ന സ്ഥലമാണ്. ഇനി നമുക്ക് പള്ളിയും പള്ളിയുടെ പരിസര പ്രദേശങ്ങളും ഒന്ന് കാണാം. നമ്മുടെ 6ാമത്തെ ചർച്ച് എലിക്കുളം ഇൻഫൻറ്റ് ജീസസ് കാരക്കുളമാണ്. പുരാതന കാലം മുതൽ സവർണ ഹിന്ദുക്കൾ തിങ്ങിപ്പാർത്തിരുന്ന പ്രദേശമാണ് എലിക്കുളം. പ്രതാപം നിറഞ്ഞ മനകളും കാവുകളും ഇവിടെയുണ്ടായിരുന്നു. ഇല്ലത്തിനടുത്തായി പ്രത്യേകം തയ്യാറാക്കിയ കുളങ്ങളും ഉണ്ടായിരുന്നു. വിശേഷ ദിനങ്ങളിൽ സവർണ ഹിന്ദുക്കൾ പിതൃക്കളുടെ ആത്മശാന്തിക്കായി ഇവിടെ ബലി നടത്തിയിരുന്നു. അപ്രകാരം ഇവിടം ബലിക്കുളത്തിൻ്റെ നാടായി. ബലിക്കുളം കാലാന്തരത്തിൽ എലിക്കുളം ആയെന്ന് ഐതിഹ്യമുണ്ട്. തീണ്ടൽ, തൊടിയിൽ തുടങ്ങിയ അനാചാരങ്ങൾ നിലനിന്നിരുന്ന കാലം. ക്രൈസ്തവർ എണ്ണ തൊട്ടുകൊടുത്താൽ ഐത്യത്തിന് മോചനം ലഭിക്കുമെന്ന സവർണ ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം 7-8 ശതാബ്ദങ്ങൾക്ക് മുമ്പ് പാല, ചേർപ്പുങ്കൽ എന്നിവിടങ്ങളിൽ നിന്ന് ക്രൈസ്തവരെ ഇവിടെ കൊണ്ടുവന്നു താമസിപ്പിച്ചു. വിളക്കുമാടം, പൂവരണി എന്നീ സമീപ ദേവാലയങ്ങളിലാണ് അവർ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നത്. പിൻകാലത്ത് അനേക ക്രൈസ്തവ കുടുംബങ്ങൾ ഇവിടെ കുടിയേറി പാർത്തു. ക്രൈസ്തവ കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ഈ പ്രദേശത്ത് ദേവാലയത്തിൻ്റെ ആവശ്യമുണ്ടായി. ദേവാലയ നിർമ്മാണത്തിനായി 1898 മാർച്ച് 25 പൗവത്ത്, വെമ്പാല, പെരുമ്പേലിൽ, കുമ്പളപ്പള്ളി എന്നീ വീട്ടുകാർ 1 ഏക്കർ 46.5 സെൻറ്റ് സ്ഥലം തീറുവാങ്ങി പള്ളിക്ക് ദാനം ചെയ്തു. 1908 മാർച്ച് 20 മാർ മത്തായി മാക്കിൽ തിരുമേനി ഉണ്ണിമിശിഹായുടെ നാമത്തിൽ ദേവാലയം സ്ഥാപിക്കുന്നതിന് അനുമതി നൽകി. പ്രഥമ വികാരിയായി മൂലയിൽ ബഹുമാനപ്പെട്ട മത്തായി അച്ഛനെ നിയമിച്ചു. 1908 മെയ് 31 ദേവാലയത്തിന് തറക്കല്ലിട്ടു. താൽക്കാലികമായിട്ടുണ്ടാക്കിയ ഷെഡിൽ ആദ്യ ദിവ്യബലി അർപ്പിച്ചു. ദേവാലയത്തിൻ്റെ വരുമാനം വളരെ പരിമിതമായിരുന്നതിനാൽ സ്ഥായിയായ പണികളൊന്നും നടന്നില്ല. 1912 വികാരിയായി എത്തിയ വടക്കേമുറിയിൽ ബഹുമാനപ്പെട്ട അബ്രഹാം അച്ഛൻ ദേവാലയത്തിൻ്റെയും വൈദിക മന്ദിരത്തിൻ്റെയും പണികൾ ആരംഭിച്ചു. ഭൂരിഭാഗവും പൂർത്തിയാക്കി. 1915 വികാരിയായി എത്തിയ തൊട്ടി വടക്കേൽ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛനാണ് പണികൾ പൂർത്തിയാക്കിയത്. പള്ളി പഴയതും സ്ഥല സൗകര്യമില്ലാത്തതുമായതിനാൽ പുതിയ ദേവാലയം പണിയണമെന്ന് വിശ്വാസികൾ ആഗ്രഹിച്ചു. പക്ഷേ 60-ൽ
പരം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സ്വപ്നം യാഥാർത്ഥ്യമായത്. പുതിയ പള്ളിയുടെ ശിലാസ്ഥാപനം അഭിവന്ദ്യ മാർ ആൻ്റണി പടിയറ 1976 ഏപ്രിൽ 5 നിർവഹിച്ചു. 3 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കി. 1979 മെയ് 9 മാർ ജോസഫ് പൗവത്തിൽ കൂദാശ ചെയ്തു. 1990 പുതിയ പള്ളിമുറി നിർമ്മിച്ചു. ദേവാലയത്തിൻ്റെ നിത്യ ചിലവിനുള്ള വരുമാനം ഉണ്ടാകാതെ വന്ന സാഹചര്യത്തിലാണ് 1908 മാർച്ച് 26 കുമ്പളപ്പള്ളിക്കാരുടെ 2 പുരയിടവും പൗവത്ത് കുടുംബത്തിൻ്റെ മംഗലത്ത് പുരയിടവും പള്ളിക്ക് ദാനം കിട്ടിയത്. 1963 പൗവത്ത് വടക്കേമംഗലത്ത് ശ്രീ മത്തായി ദേവസ്യ 50 സെൻറ് സ്ഥലവും 1969 പൊന്നെടുത്തക്കല്ലയിൽ ശ്രീ ദേവസ്യ 10 സെൻറ് സ്ഥലവും ദാനം ചെയ്തു. LP സ്കൂൾ സ്ഥിതി ചെയ്യുന്ന 17 സെൻറ് വെട്ടത്ത് ശ്രീ ഔസേപ്പ് ദാനം ചെയ്തതാണ്. ഇടവകയുടെ കുരിശുപള്ളി 1952 ബഹുമാനപ്പെട്ട തോമസ് തൊട്ടിലച്ചൻ സ്ഥാപിച്ചതാണ്. ഉണ്ണിമിശിഹായുടെ ദർശന തിരുനാളും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളുമാണ് ഇവിടുത്തെ പ്രധാന തിരുനാളുകൾ. വികസന സാധ്യതകൾ ഏറെയില്ലെങ്കിലും ഒട്ടേറെ ആതുര സേവന സ്ഥാപനങ്ങളാൽ ധന്യമാണ് എലിക്കുളം ഗ്രാമം. ഈ കാരക്കുളം പള്ളിയുടെ ചരിത്രം പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ അമ്മ വെട്ടത്ത് ഫാമിലിയാണ്. വെട്ടത്ത് ഫാമിലിയിൽപ്പെട്ട 4 കുടുംബക്കല്ലറകൾ ഇപ്പം നിലവിലിവിടെ ഈ പള്ളിയിലുണ്ട്. അതിൽ 3 എൻ്റെ അമ്മാവന്മാരുണ്ട്, അമ്മായിമാരുണ്ട്, പിന്നെ എൻ്റെ അമ്മയുടെ അപ്പനും അമ്മയും ഉണ്ട്, പിന്നെ സഹോദരങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാരെ വെട്ടത്ത് ഫാമിലിയിലുള്ളവരെ ഈ കല്ലറയിൽ അടക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 4 കല്ലറകളും ഞാനൊന്ന് സന്ദർശിക്കുകയാണ്. അവർക്ക് വേണ്ടി, ആ മരിച്ചവർക്ക് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കല്ലറയിലേക്ക് വന്നതാണ്. നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് വെട്ടത്ത് ഫാമിലി സ്ഥലം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുവല്ലോ. അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ വെട്ടത്ത് ഫാമിലി ഉണ്ട്. അവരൊക്കെ ഒത്തിരി ആൾക്കാരും അമേരിക്കയിലും അങ്ങ് വിദേശത്തുമൊക്കെയാണ്, മറ്റ് രാജ്യങ്ങളിലൊക്കെ ആയതുകൊണ്ട് അവരൊക്കെ ഉണ്ടെങ്കിലും ഈ ഇടവകയിൽപ്പെട്ട വെട്ടത്ത് ഫാമിലി ഒരു വലിയ ഫാമിലിയാണ്. ഒത്തിരി ആൾബലമുള്ള ഒരു ഫാമിലിയാണ്. എല്ലാവരും തന്നെ ഇവിടെ താമസിക്കുന്നില്ലെങ്കിലും എല്ലാവരും ഈ ഇടവക അംഗങ്ങളാണ്. അപ്പോൾ ആ കാര്യം ഒന്ന് പറയാനായിട്ട് വന്നെന്നുള്ളതേ ഉള്ളൂ. ഓരോ കല്ലറയിലും വന്ന് ഞാൻ അവർക്ക് വേണ്ടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ അമ്മയുടെ വീട്ടുകാരും എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മാവന്മാരും എല്ലാവരും ഉറങ്ങുന്ന അന്ത്യവിശ്രമം കൊള്ളുന്ന വെട്ടത്ത് ഫാമിലിയുടെ ഒരു പ്രത്യേക കുടുംബ കല്ലറകളാണ് ഇവിടെ ഉള്ളത്. മേരി ജോൺ വെട്ടത്തെന്ന് പറയുന്നത് എൻ്റെ ഒരു അമ്മായിയാണ്. അമ്മാവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 2 അമ്മാവന്മാർ ജീവിച്ചിരിപ്പുണ്ട്. മൊത്തം 5 അമ്മാവന്മാരുണ്ടായിരുന്നത്. അതിൽ 3 അമ്മാവന്മാർ മരണപ്പെട്ടു. 3 പേരും വി ഒ മത്തായി എന്ന് പറയുന്നത് എൻ്റെ ഒരു അമ്മാവനാണ്. എടമറ്റം സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്നു. അദ്ദേഹവും മരണപ്പെട്ടു. ഇനി 2 അമ്മാവന്മാരും കൂടെ ജീവിച്ചിരിപ്പുണ്ട്. ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ 4 കല്ലറകളിൽ ഞാൻ വന്നതാണ്. ഇതാണ് തറവാട്ട് വീട്ടിലെ കല്ലറ. ആ കല്ലറയിലെ ഏലി ഉലകന്നാൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ അമ്മയാണ്. പിന്നെ ഉലകന്നാൻ ഔസേപ്പ് എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ അച്ഛനും, ജോസഫ് ഉലകന്നാൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മാവനുമാണ്. ഇനി നമുക്ക് അടുത്ത പള്ളിയിലേക്ക് നീങ്ങാം. അടുത്തതായി നമ്മൾ എത്തിയിരിക്കുന്നത് പൈകപ്പള്ളിയിലാണ്. ഈ പള്ളിയുടെ പേര് സെൻറ്റ് ജോസഫ്സ് ചർച്ച് പൈക. ഇത് പാലാ രൂപതയുടെ കീഴിലുള്ള പള്ളിയാണ്. ഇത് പാലാ പൊൻകുന്നം ഹൈവേയുടെ സൈഡിലാണ്. ഈ പള്ളിക്ക് നല്ലൊരു LP സ്കൂൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇത് PP റോട്ടിൽ നിന്നും നോക്കുമ്പോൾ വളരെ ഭംഗിയുള്ള ഒരു പള്ളിയാണ്. ഈ പള്ളി യേശുപിതാവിൻ്റെ നാമത്തിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈ പള്ളിമുറ്റത്ത് നല്ലൊരു മാതാവിൻ്റെ ഗ്രോട്ട ഉണ്ട്. ഭക്തി നിർഭരമായി അവിടെ നിന്ന് പ്രാർത്ഥിക്കുവാനും കൊന്ത ചെല്ലുവാനും ധാരാളം ആൾക്കാർ സമയം കണ്ടെത്താറുണ്ട്. പിന്നെ ഈ പള്ളിയുടെ റോഡിൻ്റെ ഇങ്ങേ വശത്ത് കാറ് പാർക്ക് ചെയ്യുവാൻ അതിവിശാലമായ സ്ഥലമുണ്ട്. നമുക്ക് ഇനി മുമ്പോട്ട് പോയി പള്ളിയുടെ അകവും പരിസരവും നമുക്ക് കാണാം. ഞാൻ ഇളംകുളം ഇടവക്കാരനായിരുന്നെങ്കിലും ഞാൻ വേദപാഠം 10ാം ക്ലാസ് വരെ പഠിച്ചത് ഈ പള്ളിയിലായിരുന്നു, ഈ പൈകപ്പള്ളിയിലായിരുന്നു. ഇവിടുത്തെ മിഷൻ ലീഗിൻ്റെ പ്രസിഡൻ്റായിട്ടൊക്കെ ഒത്തിരി നാൾ ഞാൻ വർക്ക് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി നൊസ്റ്റാൾജിയയും ഒത്തിരി സുഹൃത്തുക്കളും ഒക്കെ ഉള്ള ഒരു പള്ളിയാണ് ഈ സെൻറ്റ് ജോസഫ് ചർച്ച് പൈക.
ഇവിടെ ഇരുന്ന പല അച്ഛന്മാരും ആയിട്ടും എല്ലാം ഞാൻ മിഷൻ ലീഗിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ട് നല്ല സഹകരിച്ച് പോകാനുമൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പള്ളിയുടെ ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. നല്ലൊരു പള്ളിയാണ്. നല്ല ഒത്തിരി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന, നല്ല ഒത്തിരി കുടുംബങ്ങളുള്ള, നല്ല ഒരുവിധം ബിസിനസ്സൊക്കെ ഉള്ള നല്ലൊരു ഏരിയ ഉള്ള ഒരു ഏരിയ ആണ് ഈ പൈക എന്ന് പറയുന്നത്. ഇവിടെ യേശുപിതാവിൻ്റെ ഒരു യേശുപിതാവ് ഉണ്ണീശോടെ നിൽക്കുന്ന നല്ലൊരു സ്റ്റാച്ചു ഉണ്ട്, അതും നമുക്ക് കാണാം പള്ളിമുറ്റത്ത്. പിന്നെ നല്ലൊരു പാരിഷ് ഹാളുണ്ട്. പള്ളിക്കകത്ത് ഇടവകങ്ങളും കമ്മിറ്റിക്കാരും എല്ലാ ആൾക്കാരും വന്ന് ഈസ്റ്ററിന് വേണ്ടിയിട്ട് പള്ളി അതിമനോഹരമായിട്ട് ഒരുക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഇനി നമുക്ക് പള്ളിക്കകവും പരിസരങ്ങളും ഒന്നും കൂടെ കണ്ടിട്ട് അടുത്ത പള്ളിയിലേക്ക് നമുക്ക് നീങ്ങാം. ഇത് നമ്മുടെ 8ാമത്തെ പള്ളിയാണ്. വിളക്കുമാടം സെൻറ്റ് ഫ്രാൻസിസ് സേവ്യർ പള്ളിയാണിത്. ഇത് പാലാ രൂപതയുടെ കീഴിലുള്ള പള്ളിയാണ്. ഇത് പൈകയിൽ നിന്ന് ഭരണങ്ങാനത്തിനുള്ള റൂട്ട് ഉള്ളിലേക്ക് കയറിപ്പോണം. ഇവിടെ ഒരു സെൻറ്റ് ജോസഫ് ഹൈസ്കൂളൊക്കെ ഉണ്ട്. ഈ വിളക്കുമാട സ്കൂളിനെ കുറിച്ച് പറയുമ്പോഴേ, ഞാൻ ഈ സ്കൂളിൽ പഠിച്ച ഒരു സ്കൂളാണ്. ഒത്തിരി നാളില്ല, 2-3 വർഷം ഞാൻ ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഈ സ്കൂളിൻ്റെ ലീഡറായിരുന്നു ഞാൻ, സ്കൂൾ ലീഡറായിരുന്നു. നല്ല സ്കൂളാണ്. ഈ സ്കൂളിൽ പഠിച്ച അനേകം ആൾക്കാർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അന്ന് ഇങ്ങനെയുള്ള ഒരു സ്റ്റാൻഡേർഡുള്ള സ്കൂളിൽപ്പെട്ട ഒരു സ്കൂളായിരുന്നു ഇത്. ഇന്നലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ വന്നേ. അന്ന് ഞാൻ ഓർക്കുന്നു, ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഒരു 5 ഞാവൽ മരങ്ങളുണ്ടായിരുന്നു. 5 ഞാവൽ മരങ്ങൾ. ഈ ഞാവൽ മരങ്ങൾ വെട്ടണമെന്ന് പറഞ്ഞ് പുതിയതായിട്ട് വന്ന ഒരു പ്രിൻസിപ്പള് പ്രശ്നമുണ്ടാക്കി. പുള്ളിക്ക് അത് വെട്ടണോ, അതേ പിള്ളേർ കയറി ഞാവൽക്കാ പറിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് സ്കൂൾ ലീഡറായിട്ടിരിക്കുന്ന സമയത്താണ്. അന്നേരം ഞാൻ ഈ ഞാവൽ മരം വെട്ടാൻ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ സമരം ചെയ്ത് ആ വർഷം ഞാൻ വെട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ പിൻഗാമിയായിട്ട് വന്ന സാജൻ തൊടുക എന്ന് പറയും, കേരള കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ്. പലരും അദ്ദേഹത്തെ അറിയുമായിരിക്കും. അദ്ദേഹം അന്നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, സമരം ചെയ്യാനൊക്കെ കൂടിയ ആളാണ്. പുള്ളിയുടെ കാലത്ത് പുള്ളി സമരം ചെയ്തെങ്കിലും പുള്ളിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ആ ഞാവൽ മരങ്ങൾ മൊത്തം വെട്ടിക്കളഞ്ഞു. ഇപ്പോൾ അവിടെ 2-3 തെങ്ങ് നിൽപ്പുണ്ട്. ഈ തെങ്ങും പിന്നെ 1-2 ചെറിയ മരങ്ങൾ. എന്നാ മനോഹരമായിരുന്നറിയോ ആ ഞാവൽ മരങ്ങൾ. ഇന്നും അത് ഓർത്തിട്ട് എനിക്ക് ഒത്തിരി സങ്കടമുണ്ട്. എന്നാ രസമായിരുന്നു. ആ സ്കൂളിനൊരു അഴകായിരുന്നു 5 ഞാവൽ മരങ്ങൾ. ഇപ്പോൾ അവിടെ കണ്ടില്ലേ, ഒരു 2-3 പേട്ട് തെങ്ങ് നിൽപ്പുണ്ട്. അതൊക്കെ ഓരോ കാലത്തുള്ള ഓരോ സാറന്മാരുടെ ഓരോ ചിന്തകളാണ്. ഇനി നമ്മൾ പള്ളിയുടെ അകം കാര്യങ്ങളൊക്കെ കാണാം. അത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പള്ളിയാണ്. പക്ഷേ ഇപ്പോൾ പള്ളി നല്ല രീതിയിൽ ഇൻ്റർലോക്കൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് നോമ്പുകാലമാണ്. ഇപ്പോൾ നമ്മൾ നാളെ ഈസ്റ്ററാണ്. അതിന് പള്ളിയുടെ എല്ലാ കാര്യങ്ങളും അലങ്കരിച്ചെല്ലാം വരുന്നുണ്ട്. അപ്പോൾ പള്ളിക്കകത്ത് ഒന്ന് കയറി പള്ളിയുടെ ഉൾവശവും കൂടെ കാണിച്ച് നമുക്ക് അടുത്ത പള്ളിയിലേക്ക് പോകാം. ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വളരെയധികം ഒത്തിരി സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു. അവരെ ഒന്നും ഇപ്പോൾ എനിക്കറിയില്ല. അവരൊക്കെ എവിടെയാണെന്ന് പോലും എനിക്കിപ്പോൾ അറിയില്ല. എല്ലാവരെയും ഒന്ന് കണ്ടുപിടിക്കണമെന്നും അഡ്രസ്സൊക്കെ എടുത്തൊരു ലെറ്ററൊക്കെ എഴുതിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒന്ന് സംഘടിപ്പിച്ചാലോ എന്ന് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു. അതുകൊണ്ട് ചിലപ്പോൾ ഞാനത് ചെയ്തെന്നിരിക്കും, സമയക്കുറവ് കൊണ്ടാണ്. എന്നാണേലും ഈ സ്കൂൾ ഒത്തിരി സമ്മാനങ്ങളും ഒക്കെ എനിക്ക് വാരി തന്നിട്ടുള്ള സ്കൂളാണ്. ഞാൻ വർക്ക് എക്സ്പീരിയൻസിലും ഇലക്ട്രോണിക്സും മറ്റു പല കാര്യങ്ങൾക്കും എല്ലാ വർഷവും 1ാം സ്ഥാനം പോയി എല്ലാ വർക്ക് എക്സ്പീരിയൻസിലും വിളക്കുമാട സ്കൂൾ മേടിക്കുന്ന
ഒരു ഇതായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ബാസ്ക്കറ്റ് ബോൾ പ്ലെയർ ആയിരുന്നു അന്ന്. ഞാൻ ഓൾ ഇന്ത്യ ബാസ്ക്കറ്റ് ബോൾ ട്രെയിനിങ് ക്യാമ്പുകൾക്കും ഓൾ ഇന്ത്യയിൽ കേരളത്തിന് വേണ്ടി കളിക്കാനുമൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഞാൻ ബാസ്ക്കറ്റ് ബോൾ പ്ലെയറായി മാറിയത്. അങ്ങനെ ഈ ബാസ്ക്കറ്റ് ബോൾ കോർട്ട് ഇവിടെ കണ്ടപ്പോൾ എനിക്ക് പണ്ട് ബാസ്ക്കറ്റ് ബോൾ കളിച്ച കാര്യമൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ആ ഞാവൽ മരം വെട്ടിക്കളഞ്ഞതുകൊണ്ട് എനിക്ക് ഈ സ്കൂളിനോടുള്ള സകല ഇഷ്ടവും പോയി. ആ ഞാവൽ മരം അവിടെ ഇല്ലാത്ത സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല വെട്ടി മാറ്റിയ സ്കൂൾ പോലെയുണ്ട്. അത്രയും ഭംഗി അവിടെ പോയി. ഞാവൽപ്പഴം പോലെ വളരെ പോഷകസമൃദ്ധമായ ഒരു പഴമായിരുന്നു അത്. ആ പഴം പിള്ളേർ കഴിക്കുന്നതുകൊണ്ട് ആ സാറിന് എന്തിൻ്റെ കുഴപ്പമായിരുന്നു എനിക്കറിയത്തില്ല. എന്താണേലും ആ മരം വെട്ടിക്കഴിഞ്ഞാൽ അവിടെ അതിന് പകരമായിട്ടൊരു നല്ല മരം വെച്ച് പിടിപ്പിക്കാനൊന്നും ആർക്കും സാധിച്ചിട്ടില്ല. പിന്നെ 1-2 മാവൊക്കെ ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. ആ മാവേൽ പിള്ളേരിന് കയറിയല്ലേ, മാങ്ങ പറിക്കാൻ കയറിയല്ലേ. ഇതിലൊന്നും ഒരു കാര്യവുമില്ല. മരം വെച്ച് നശിപ്പിക്കാൻ എളുപ്പമാണ്, ഒരു മരം വെച്ച് പിടിപ്പിച്ച് അത് അത്ര വളർത്തിയെടുക്കാനാണ് പാട്. മാതാവിൻ്റെ ഈ രൂപം വളരെ ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു. ആ കൊന്തയും എല്ലാം കൂടെ ശരിക്കും പള്ളിക്കകം വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. പഴയ പള്ളിയേ അല്ല, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന പള്ളിയെക്കാരും വളരെ ഭംഗിയായിട്ടുണ്ട്, നല്ല രസമായി മാറിയിട്ടുണ്ട്. ഈശോയുടെ രൂപവും അകത്തെ ഫിനിഷിങ്ങും കാര്യങ്ങളും ഒക്കെ മാറിയിട്ടുണ്ട്. ഈ ഈ വീഡിയോ ആരെങ്കിലും ഈ സ്കൂളിൽ പഠിച്ച ആരെങ്കിലും കാണുവാണെങ്കിൽ എൻ്റെ പേര് പറഞ്ഞാൽ എല്ലാവരും എന്നെ ഓർക്കും. എൻ്റെ പേര് സോണി അലക്സാണ്ടർ എന്നാണ്. സോണി അലക്സാണ്ടർ എന്നുള്ള എൻ്റെ പേര്, എന്നെ ഷേപ്പൊക്കെ മാറിപ്പോയതുകൊണ്ട് ചിലപ്പോൾ എന്നെ കണ്ടാൽ ഇനി ആൾക്കാർക്ക് മനസ്സിലായില്ലെങ്കിലും എൻ്റെ പേരാരും മറക്കാൻ വഴിയില്ല. കാരണം ഞാൻ ഈ സ്കൂളിന് വേണ്ടി അത്ര നിലകൊണ്ടതാണ്. ഈ സ്കൂളിലെ ഓരോ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ അത്ര നിലകൊണ്ടിട്ടുണ്ട്. നമ്മുടെ സ്കൂളിലെ പിള്ളേരെ ബസ്സേ കയറ്റാതെ വരുമ്പോഴും ബസ്സിൽ ST കൊടുക്കാതെ വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അന്നുണ്ട്. അതിനെല്ലാം എതിരെ ഞാൻ സമരം ചെയ്യുകയും പ്രശ്നം ഉണ്ടാക്കി. എൻ്റെ സുഹൃത്തിൻ്റെ വണ്ടിയായിരുന്ന KMS ബസ്സാണ് എതിരെ ഓടിക്കൊണ്ടിരുന്നത് മൊത്തം. എങ്കിൽ പോലും ആ ബസ് ഞങ്ങൾ തടയുകയും ആ ബസ്സിൽ ടിക്കറ്റ് കൊടുപ്പിക്കുകയും ചെയ്യുക. അന്ന് കൊച്ചേട്ടന് അടുത്ത് ചെന്ന് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ കൊച്ചേട്ടൻ ചെയ്യുമായിരുന്നു. KMS കൊച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. ഈ PP റോഡ് എന്ന് പറയുന്നത് ഫുള്ള് KMSൻ്റെ ബസ്സായിരുന്നു. പിന്നെ പൈകയിലൊരു അമ്പലമില്ലായിരുന്നു. ഇപ്പോൾ പൈകയിലൊരു അമ്പലമുണ്ട്, ചാമുണ്ടേശ്വരി ക്ഷേത്രം എന്ന് പറയും. ഞങ്ങൾ പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത്, നടന്നു വരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ ഈ അമ്പലം ഇപ്പോൾ ഈ സ്ഥിതി ചെയ്തതാണ് അമ്പലം സ്ഥിതി ചെയ്യുന്ന റോഡ് സൈഡിൽ കൂടിയാണ് വരുന്നത്. ഒരു ദിവസം ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് അവിടെ ഒരു വിഗ്രഹം പൊങ്ങി വന്നു. ആ വിഗ്രഹം ഇരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ അമ്പലം പണിതിരിക്കുന്നത്. നമുക്ക് മഞ്ചക്കുഴി അമ്പലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൂവരണിയിലെ അമ്പലം ഉള്ളായിരുന്നു. പൈകയിലെ ഹിന്ദു വിശ്വാസികൾക്ക് വേണ്ടിയിട്ടൊരു അമ്പലമില്ലായിരുന്നു. അപ്പോൾ അത്ഭുതകരമായിട്ട് ഒരു വിഗ്രഹം അവിടെ വരികയും ആ വിഗ്രഹം ഇരുന്ന സ്ഥാനത്ത് തന്നെ നമ്മളൊരു അമ്പലം പണിതിട്ടുണ്ട്. ആ അമ്പലത്തിൻ്റെ പൂജയും കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്താണ് ഈ പൈക ചാമുണ്ടേശ്വരി ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രം ചെറിയ റോഡിലാണ് അന്ന് തുടങ്ങിയത്. ഇന്നിപ്പോൾ സൈഡിലൊക്കെ കുറച്ചുകൂടെ നല്ല വിശദമായിട്ട് നല്ല ഭംഗിയായിട്ട് അമ്പലം പണിതിരിക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പം അതൊന്ന് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം. ഇതാണ് പൈക ചാമുണ്ടേശ്വരി ക്ഷേത്രം. ഈ ക്ഷേത്രം നല്ല പുതിയ രീതിയിൽ പുതുക്കിപ്പണിതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ അടുത്ത പള്ളിയിലേക്ക് പോവുകയാണ്. നമ്മുടെ അടുത്ത പള്ളി പൂവരണി പള്ളിയാണ്. പൂവരണി പള്ളി നമുക്കൊന്ന് കാണാം. അടുത്തതായി നമ്മൾ തിരുഹൃദയ ദേവാലയം പൂവരണിയിലാണ് എത്തിയിരിക്കുന്നത്. ഇത് പാല പൊൻകുന്നം ഹൈവേ സൈഡിലുള്ള നല്ലൊരു ഈശോയുടെ തിരുഹൃദയ പള്ളിയാണ്. ഈ പള്ളിയിൽ ഇടവകങ്ങളെല്ലാം കൂടി ഈസ്റ്റർ ദിനത്തിൻ്റെ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരെയൊന്നും ശല്യം ചെയ്യാതെ പള്ളിയുടെ അകവും പരിസരവും നമുക്കൊന്ന് കണ്ട് ആരാധിക്കാം. PP റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ, അതായത് നമ്മുടെ പുതിയ ഹൈവേ റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് കാണപ്പെടുന്ന ഒരു പള്ളിയാണ് ഈ പൂവരണി പള്ളി എന്ന് പറയുന്നത്. വളരെ നല്ല സമ്പന്നരായ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് പൂവരണി. ഇതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് പൂവരണി അമ്പലമുണ്ട്. അതൊരു ഫേമസ് അമ്പലമാണ്. ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാരെല്ലാം തങ്ങുന്ന ഒരു സ്ഥലമാണ് പൂവരണി അമ്പലം എന്ന് പറയുന്നത്. ഈ പള്ളിയും നല്ലൊരു പള്ളിയാണ്. നല്ല മനോഹരമായ രീതിയിൽ പച്ച കളർ പെയിൻ്റൊക്കെ അടിച്ച് നല്ല സുന്ദരിയായിട്ടാണ് പള്ളി നിൽക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ഈ പള്ളിക്ക് മുറ്റത്ത് തന്നെ ഒരു വലിയൊരു പാരീഷ് ഹാളുണ്ട്. പിന്നെ പള്ളിയുടെ ഓപ്പോസിറ്റ് നല്ലൊരു മാതാവിൻ്റെ കുരിശുപള്ളിയുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു വലിയ മഠമുണ്ട്.
അങ്ങനെ ആകെ മൊത്തത്തിൽ വളരെ നല്ല ഒരു അന്തരീക്ഷം, നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷം, നല്ല ഒരു എന്നാ പറയുന്നത്, ഇത്രയും മനോഹരമായ സാധാരണ രീതിയിലല്ലാത്ത രീതിയിൽ ഇങ്ങനെ സ്തൂപം പോലെ ഒരു പ്രത്യേക രീതിയിൽ യൂറോപ്യൻ സ്റ്റൈലിൽ പണിത ഒരു മനോഹരമായ പള്ളിയാണ് ഈ പൂർണിപ്പള്ളി. ഇതുകൊണ്ട് അതിൻ്റെ ഇതുമൊക്കെ ഈശോ ഫ്രണ്ടിൽ തന്നെ തിരുഹൃദയ രൂപം വെച്ചിട്ടുണ്ട് ഈശോയുടെ. അപ്പോൾ നമ്മൾ ഈ പള്ളിയുടെ പരിസരങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുകയാണ്. അപ്പോൾ പൂർണിപ്പള്ളി എന്ന് പറയുന്ന PP റോഡിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ പള്ളിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു പള്ളിയാണ്, വളരെ മനോഹരമായ പള്ളി, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പള്ളിയാണ് പൂർണിപ്പള്ളി. അപ്പോൾ ഈ പള്ളി കണ്ട് നമുക്കൊന്ന് ആസ്വദിക്കാം. ഇതാണ് അതിൻ്റെ പാരിഷ് ഹാള്. ഇത് വലിയൊരു കൊടിമരമുണ്ട്, പിന്നെ കൽക്കുരിശുണ്ട്. ഈ മിക്കവാറും എല്ലാ പള്ളികളുടെയും മുറ്റത്ത്, സകല പള്ളിയുടെയും മുറ്റത്ത് ഞാൻ കണ്ടതാണ് കൽക്കുരിശ്, വലിയൊരു കൽക്കുരിശുണ്ടാവും. പിന്നെ ഒരു സ്വർണം പൂശിയ ഒരു കൊടിമരവും എല്ലാം. ഇപ്പം ഞങ്ങൾ വന്ന് കണ്ട ഈ 9 പള്ളികളുടെ മുറ്റത്തും വലിയൊരു കൽക്കുരിശും ഈ സ്വർണം പൂശിയ കൊടിമരവുമുണ്ട്. പിന്നെ എല്ലാ പള്ളിയും വളരെ മനോഹരമായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്നു. എനിക്കത് കണ്ടിട്ട് വളരെ സന്തോഷം തോന്നി. അത് പാലാ രൂപതയുടെ പള്ളിയാണേലും കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പള്ളിയാണേലും എല്ലാ പള്ളിയും നല്ലപോലെ പെയിൻ്റൊക്കെ അടിച്ച് നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പള്ളിയിലേക്ക് പോവാം. ഇത് മീനച്ചിൽ സെൻറ്റ് ആൻ്റണീസ് ചർച്ചാണ്. ഇത് നമ്മുടെ 10ാമത്തെ പള്ളിയാണ്. ഇത് വളരെ മനോഹരമായിരിക്കുന്നു. ഇവിടെ വളരെ ഉയരത്തിലുള്ള പള്ളിയാണ്. ഇവിടെ ഇരുന്ന് ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും വേറൊരനുഭവമാണ്. ഈസ്റ്റർ പ്രമാണിച്ച് വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു ഈ പള്ളിയും ഈ പള്ളിയുടെ പരിസരവും. കോട്ടയം ജില്ലയിൽ പാലായ്ക്കടുത്തുള്ള ഒരു വലിയ പള്ളിയാണിത്. അന്തോണീസ് പുണ്യാളൻ ആണ് ഇവിടുത്തെ കാവൽക്കാരൻ. പിന്നെ ഈ പള്ളിയുടെ അകമൊക്കെ കാണാൻ വളരെ മനോഹരമാണ്. ഇത് PP റോട്ടിൽ നിന്ന് ചേർപ്പുങ്കയ്ക്ക് പോകുന്ന ഒരു ബൈപ്പാസ് പോലെയുള്ള ഒരു റോഡിൽ കൂടെ പോകുമ്പോൾ റോഡ് സൈഡിലായിട്ടാണ് ഈ പള്ളി കാണുന്നത്. ഞങ്ങൾ ഈ പള്ളിയുടെ അകവും പള്ളിയുടെ പരിസരവും ഞങ്ങൾ കണ്ട് ആസ്വദിച്ചു. അടുത്ത പള്ളിയിലേക്ക് നമുക്കിനി പോകാം. സീറോ മലബാർ സഭയുടെ കീഴിൽ പാലായിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആരാധനാലയമാണ് സെൻറ്റ് തോമസ് കത്തീഡ്രൽ പള്ളി. ഇത് നമ്മുടെ 11ാമത്തെ പള്ളിയാണ്. പണ്ടുകാലത്ത് പല പള്ളികളുടെയും നിർമ്മാണം ചില വീട്ടുകാരുടെ സഹായത്തോടെയാണ് നടത്തിയിട്ടുള്ളത്. പാലായിലെ പുത്തൻപള്ളിയുടെ നിർമ്മാണത്തിലും ഇവിടുത്തെ 4 കുടുംബങ്ങളുടെ സഹായം കിട്ടിയിരുന്നു. വയലക്കൊമ്പ് കുടുംബം, തറയിൽ കുടുംബം, ഏർക്കോണി മാപ്പിള, കൂട്ടുകൽ കുടുംബം എന്നിവയാണ് ആ കുടുംബങ്ങൾ. ആദ്യകാലത്ത് അരുവിത്തുറയിലായിരുന്നു. പാലായിലെ ക്രിസ്ത്യാനികൾ ആശ്രയിച്ചിരുന്ന പള്ളി അവിടുത്തെ പ്രമാണിമാരായ കുടുംബങ്ങൾ മീനച്ചിൽ കർത്താവിനെ അറിയിച്ചത്. അങ്ങനെ ക്രിസ്തു വർഷം 1002 സെൻറ്റ് തോമസിൻ്റെ പേരിലുള്ള പള്ളിയുടെ പണി ആരംഭിക്കുകയും ചെയ്തു. ക്രിസ്തു വർഷം 1003 ഏപ്രിൽ മാസത്തിലെ ഉയർപ്പ് തിരുനാൾ ദിവസം പള്ളിയുടെ പണി പൂർത്തിയാക്കി വെഞ്ചരിപ്പ് കർമ്മം നടത്തിയെന്നാണ് പാരമ്പര്യ വിശ്വാസം. ആദ്യം പണി കഴിപ്പിച്ച പള്ളി ക്ഷേത്രത്തിൻ്റെ മാതൃകയിലുള്ളതായിരുന്നു. പാലാ പള്ളിയുടെ ഭരണകാര്യത്തിൽ 4 വീട്ടുകാരാണ് വളരെ കാലമായി നടത്തിയത്. ഏതാണ്ട് 750 കൊല്ലക്കാലം ഇത് തുടർന്നു. ഇത്രകാലം കുടുംബക്കാർ ഭരിച്ച ഒരു പള്ളി കേരളത്തിലില്ല. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കുടുംബക്കാരിൽ നിന്ന് അധികാരങ്ങൾ എടുത്തുമാറ്റുകയും 16 കുടുംബങ്ങളെ ഉൾപ്പെടുത്തി വിപുലീകരിക്കുകയും ചെയ്തു. പള്ളിയിൽ നിന്ന് അധികം അകലെയല്ലാതെ ചന്തയും സ്ഥാപിച്ചു. ഇവിടേക്ക് ധാരാളം കുടിയേറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. 16ാം നൂറ്റാണ്ടിന് ശേഷം നേരത്തെ ഉണ്ടായിരുന്ന പള്ളി പൊളിച്ച് പോർച്ചുഗീസ് ശില്പമാതൃകയിൽ ഇവിടെ പുതിയ പള്ളി പണിതു. ആ പള്ളി 17ാം നൂറ്റാണ്ടിൽ തീ വെച്ച് നശിപ്പിച്ചു. തുടർന്ന് 18ാം നൂറ്റാണ്ടിലാണ് ഇപ്പോൾ കാണുന്ന പള്ളി പണിതത്. നല്ല വലിപ്പമുള്ള കല്ലുകൾ കൊണ്ടും വരാൽ പശയും കടുക്കാ വെള്ളവും ചേർത്ത് പ്രത്യേക രീതിയിൽ കൂട്ടിയെടുത്ത ചാന്തുകൊണ്ടാണ് ഈ പള്ളിയുടെ പണികൾ നടത്തിയത്. പഴയ പള്ളിയിൽ അയർലൻഡിൽ നിന്ന് വരുത്തിയ സംഗീതാത്മകമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന 5 മണികളുണ്ട്. 1702 സ്രാമ്പിക്കൽ ഇട്ടൻ മാപ്പിളയാണ് ഇന്ന് കാണുന്ന പഴയ പള്ളി പുതുക്കി നിർമ്മിച്ചത്. 1950 ജൂലൈ മാസം 25-നാണ് പാലാ രൂപത രൂപം കൊണ്ടത്.
അപ്പോൾ പാലാ പള്ളിയെ കത്തീഡ്രൽ എന്ന പദവിയിലേക്ക് ഉയർത്തുകയുണ്ടായി. ഈ പള്ളി സ്ഥാപിച്ച ദിനമാണ് ഈസ്റ്റർ ദിനം. അതുകൊണ്ട് പള്ളിയും പള്ളിയുടെ പരിസരവും വളരെ മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത പള്ളിയിലേക്ക് പോകാം. പന്ത്രണ്ടാമത്തെ പള്ളിയായി നമ്മൾ സെൻറ്റ് മേരീസ് ചർച്ച് പാലായിൽ എത്തിയിട്ടുണ്ട്. ഇത് ലാളം പള്ളി എന്ന് അറിയപ്പെടുന്നു. പാലാക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രശസ്തി ആർജിച്ച ഒരു പള്ളിയാണിത്. ഈ പള്ളി അറിയാൻ മേലാത്തവരാരും തന്നെ കാണുകയില്ല. നിത്യസഹായ മാതാവിൻ്റെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് പാല ലാളം പഴയ പള്ളി. സീറോ മലബാർ സഭയിൽ ആദ്യമായി നൊവേന ആരംഭിച്ച പള്ളിയാണ് പാല ലാളം പഴയ പള്ളി. കേരളത്തിൽ രണ്ടാമതും ഇന്ത്യയിൽ മൂന്നാമതും നൊവേന ആരംഭിച്ച ദേവാലയം. ശനിയാഴ്ച 5:30 AM-നും 7 AM-നും 9:30 AM-നും 3 PM-നും 5 PM-നും എന്നീ സമയങ്ങളിൽ വിശുദ്ധ കുർബാനയും നൊവേനയും ഇവിടെ നടത്തപ്പെടുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ 5:30 AM, 6:30 AM, 5:15 PM വിശുദ്ധ കുർബാന ഇവിടെ എന്നും ഉണ്ട്. ഞായറാഴ്ച 5:30 AM-നും 7 AM-നും 9:30 AM-നും 4 മണിക്കും വിശുദ്ധ കുർബാന ഈ പള്ളിയിലുണ്ട്. നിത്യസഹായ മാതാവിൻ്റെ നൊവേനയാണ് ഈ പള്ളിയിലെ പ്രശസ്തിയാക്കിയിരിക്കുന്നത്. ഇവിടെ വന്ന് ഈ നൊവേന കൂടുന്നവർക്ക് വലിയ അനുഗ്രഹങ്ങളും മാതാവ് തരാറുണ്ട്. നിത്യസഹായ മാതാവിൻ്റെ നൊവേനയ്ക്ക് വളരെയധികം ആൾക്കാർ ഈ പള്ളിയിൽ വരാറുണ്ട്. ഇത് പാലാ ടൗണിൻ്റെ നടുഭാഗത്തിരിക്കുന്ന പള്ളി ആയതുകൊണ്ട് ആൾക്കാർക്ക് വരാനും പോകാനും ഒക്കെ വളരെ സൗകര്യമായതുകൊണ്ട് കല്യാണങ്ങളും മറ്റ് ചടങ്ങുകളും ഈ പള്ളിയിൽ എല്ലാവരും വെക്കാറുണ്ട്. അങ്ങനെയും ഈ പള്ളി പ്രശസ്തമാണ്. നല്ലൊരു പാരിഷ് ഹാളും ഈ പള്ളിയുടെ അടുത്ത് തന്നെ ഉണ്ട്. ഏതൊരാൾക്കും പാലാക്കാർക്ക് പെട്ടെന്ന് വന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ പള്ളി. ഈ എപ്പിസോഡിലെ 13ാമത്തെ പള്ളിയും ഈ എപ്പിസോഡിലെ അവസാനത്തെ പള്ളിയുമാണ് അൽഫോൻസ പള്ളി, അതായത് ഭരണങ്ങാനം പള്ളി. കേരളത്തിലെ ക്രിസ്തു മതത്തിൻ്റെ പുരാതന കേന്ദ്രങ്ങളിലൊന്നാണ് ഭരണങ്ങാനത്ത് സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഫൊറോന പള്ളിയാണ് ആധിപത്യം പുലർത്തുന്നത്. 1004 ഭരണങ്ങാനത്ത് ഒരു പള്ളി സ്ഥാപിക്കുകയും നിർമ്മിക്കുകയും ചെയ്തു. അത് ഇപ്പോഴും പരേൽ പള്ളി എന്ന പേരിൽ നിലനിൽക്കുന്നു. 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ ഇവിടെ ഒരു വലുതും മനോഹരവുമായ പള്ളി നിർമ്മിക്കപ്പെട്ടു. വിശുദ്ധ അൽഫോൻസ ജീവിച്ചു മരിച്ച ക്ലാരിസ്റ്റ് കോൺവെൻറ്റ് പള്ളിയിൽ നിന്ന് ഒരു കല്ലെറിക്കൽ അകലെയാണ്. വടക്ക് ഏകദേശം 200 മീറ്റർ അകലെ സെമിത്തേരി ചാപ്പലുണ്ട്. അതിനുള്ളിലാണ് സെൻറ്റ് അൽഫോൻസാമ്മയുടെ ശവകുടീരം. ഇപ്പോൾ ഇത് സെൻറ്റ് അൽഫോൻസ ദേവാലയ പള്ളി തീർത്ഥാടന കേന്ദ്രം എന്നറിയപ്പെടുന്നു. ഈ പുരാതന പള്ളിയിലാണ് വിശുദ്ധ അൽഫോൻസ തൻ്റെ 3 വ്രതങ്ങൾ ചെയ്തത്. 1950കളിൽ വിശുദ്ധ അൽഫോൻസ ആരാധനയുടെ പശ്ചാത്തലത്തിൽ പ്രശസ്തിയിലേക്ക് കുതിക്കുന്നതുവരെ ഭരണങ്ങാനം ഒരു ഗ്രാമത്തിൻ്റെ ഉറക്കം കെടുത്തുന്ന കായലായിരുന്നു. കിഴക്ക് ഉയർന്ന മലനിരകൾക്കും പടിഞ്ഞാറ് നിരപ്പായ തീരപ്രദേശങ്ങൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭരണങ്ങാനത്തിന് കേരളത്തിലെ മറ്റെല്ലാ സ്ഥലങ്ങളെയും പോലെ ഇടതൂർന്ന ഭൂപ്രകൃതിയുണ്ട്. മീനച്ചിൽ നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നദിയുടെ ഇരുവശത്തുമുള്ള മണ്ണ് വളരെ ഫലഭൂയിഷ്ഠമാണ്. ഭൂരിഭാഗം ആളുകളും വിദ്യാസമ്പന്നരാണ്. 100% സാക്ഷരതയുള്ള കേരളത്തിലെ ഒരു സാധാരണ ചെറിയ പട്ടണമാണ് ഭരണങ്ങാനം. 1 കിലോമീറ്റർ നീളമുള്ള ഒരു തെരുവാണ് പ്രധാനമായും ഈ പട്ടണത്തിലുള്ളത്. മധ്യഭാഗത്ത് ഉയർന്ന ഇടവകപ്പള്ളിയാണ് ഇതിൻ്റെ ആധിപത്യം. ഭരണങ്ങാനം പട്ടണത്തിലെ പാരിഷ് പള്ളിയിൽ നിന്ന് 200 മീറ്റർ മാത്രം അകലെയാണ് വിശുദ്ധ അൽഫോൻസ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. 1004 ഭരണങ്ങാനത്ത് ഒരു പള്ളി സ്ഥാപിക്കുകയും നിർമ്മിക്കുകയും ചെയ്തു. അത് ഇപ്പോഴും പരേൽ പള്ളി എന്ന പേരിൽ നിലനിൽക്കുന്നു. 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ ഇവിടെ ഒരു വലുതും മനോഹരവുമായ പള്ളി നിർമ്മിക്കപ്പെട്ടു. ഭരണങ്ങാനം ഇന്ത്യയിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുന്നു. ശാരീരികവും ആത്മീയവുമായ ആശ്വാസം
തേടാൻ എല്ലാ സ്ഥലത്തുനിന്നും ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു ആഘോഷിക്കപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രമാണ് ഭരണങ്ങാനം. ഭരണങ്ങാനം സഭയിലെ ഒരു ആത്മീയ സങ്കേതമായും ഹൃദയം തകർന്നവർക്ക് പ്രത്യാശയുടെ ഒരു ദീപസ്തംഭമായും മാറിയിരിക്കുന്നു. ദൈവമക്കൾക്ക് ഒരു സങ്കേതമാണ് ഭരണങ്ങാനം. ഇന്ത്യയിലെ കേരള സംസ്ഥാനത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണമാണ് ഭരണങ്ങാനം. എല്ലാ ദിശകളിൽ നിന്നും റോഡ് മാർഗം ഭരണങ്ങാനത്ത് എത്തിച്ചേരാം. ഭരണങ്ങാനം ജില്ലാ ആസ്ഥാനവും ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുമായ കോട്ടയത്ത് നിന്ന് 33 കിലോമീറ്റർ അകലെയാണിത്. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം ഇവിടെ നിന്ന് 90 കിലോമീറ്റർ മാത്രം അകലെയാണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം തെക്ക് ഭാഗത്തായി 190 കിലോമീറ്റർ അകലെയാണ്. ഇത് സെൻറ്റ് അൽഫോൻസ ദേവാലയ പിൽഗ്രിം സെൻറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. സീറോ മലബാർ കത്തോലിക്ക സഭയിൽ പാലാ രൂപതയിൽ ആണ് ഈ തീർത്ഥാടന ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. അൽഫോൻസ പള്ളിയുടെ താഴെയായാണ് സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. ഇത് കോട്ടയം ജില്ലയിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിലും ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഒന്നാണ്. 1945 സ്ഥാപിതമായതാണ് സെൻറ്റ് മേരീസ് പള്ളി. ആ സെമിത്തേരി ചാപ്പലിലാണ് വിശുദ്ധ അൽഫോൻസാമ്മയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. 2008 ഒക്ടോബർ 12 അൽഫോൻസാമ്മയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത്. എല്ലാ വർഷവും ജൂലൈ 28 അൽഫോൻസ പള്ളിയിൽ നടക്കുന്ന വിശുദ്ധ അൽഫോൻസാമ്മയുടെ മരണ വാർഷികത്തോടനുബന്ധിച്ചുള്ള ഈ തിരുനാളിൽ ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്നു. അൽഫോൻസ മരിച്ചത് ഏകദേശം 40 വർഷങ്ങൾക്ക് ശേഷം 1986 ഫെബ്രുവരി 8 കോട്ടയത്തെ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അൽഫോൻസായെയും കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനെയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. 1986 ഫെബ്രുവരിയിൽ പോപ്പ് ജോൺ പോൾ സദസ്സിനെ അഭിസംബോധന ചെയ്ത് കുർബാന അർപ്പിച്ച വേദിയും നീക്കം ചെയ്ത് വിശുദ്ധ അൽഫോൻസാമ്മയുടെ ശവകുടീരത്തിന് മുന്നിലുള്ള പള്ളിയിലെ ഒരു സ്മാരകമായി സംരക്ഷിച്ചു. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട 100 കണക്കിന് പ്രദർശനങ്ങൾ സൂക്ഷിക്കുന്ന അൽഫോൻസ മ്യൂസിയവും ചാപ്പൽ കോമ്പൗണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ കണ്ട ഈ 13 പള്ളികളിലെ വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ കൂടുതൽ പള്ളികളുമായി എപ്പിസോഡ് 2 വരുന്നുണ്ട് ഉടനെ തന്നെ. ഇത് എപ്പിസോഡ് 1 ആണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു.